ഇന്ന് നേന്ത്രപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാം. സാധാരണ ഇത് സദ്യക്കാണ് ഉണ്ടാക്കാറ്. 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴത്തിൻ്റെ പാകം എങ്ങനെയാന്ന് വെച്ചാൽ വല്ലാണ്ട് അങ്ങ് പഴുത്തു പോകാനും പാടില്ല, എന്നാൽ പഴുക്കാതെ ഇരിക്കാനും പാടില്ല. നല്ല മധുരം വേണം. മാത്രമല്ല പാകത്തിന് പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കിയിട്ട് കാര്യവുമില്ല. മാമ്പഴപ്പുളിശ്ശേരി പോലെ ഇത് ഒരു ഒഴിച്ചുകറിയല്ല. സദ്യവട്ടത്തിൽ ഇത് തൊടുകറിയായിട്ടാണ് വിൽക്കാറുള്ളത്. എന്നു പറഞ്ഞാൽ ഇത് കുറച്ച് കുറുകിയ കറിയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യത്തേത് ഈ പഴം ചൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. നല്ല പഴുത്ത പഴമായിരിക്കുകയും വേണം, എന്നാൽ ഓവറായിട്ട് പഴുക്കാനും പാടില്ല. ഞാനിത് റൗണ്ടായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. സാധാരണ അതിൻ്റെ നടുക്കുള്ള ആ കറുത്ത പോർഷൻ എടുത്ത് കളഞ്ഞിട്ടാണ് എല്ലാവരും കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്താലും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്നത്. ഈ പഴം നല്ലതുപോലെ വേവിച്ച് കഴിയുമ്പോൾ അത് ഉടഞ്ഞു പോകും. പിന്നെ ഈ കറുത്ത സാധനം ഒന്നും കാണാനേ കിട്ടത്തില്ല. ഇതുപോലെ ചെറിയൊരു തിക്നെസ്സിലായിരിക്കണം അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതൊരല്പം മധുരമുള്ള കറി ആയതുകൊണ്ട് നോൺ വെജിൻ്റെ കൂടെ ഇത് പോകത്തില്ല കേട്ടോ. വെജിറ്റേറിയൻ ലഞ്ചിനോടൊപ്പമാണ് ഇത് ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഇത് വേവിച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം പാത്രത്തിലേക്ക് ഇടാം. എൻ്റെ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ഇനി ചേർക്കുന്നത്. നേന്ത്രപ്പഴം ഇതെല്ലാം ചേർത്താണ് വേവിക്കേണ്ടത്. ആവശ്യമായ വെള്ളം ഒഴിക്കാം. ഇവിടെ ഞാൻ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. കാരണം ഈ നേന്ത്രപ്പഴം വേകുന്ന വെള്ളം നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. ഇനി ഈ കറിയിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പഴം വേവിക്കാൻ പ്രഷർ കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഫ്ലെയിം ഓൺ ചെയ്യാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ പഴം വേകുന്നതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, പച്ചമുളക് ഇതെല്ലാം കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അരച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോകും. ഇത്രയും മതി. തേങ്ങയുടെ ലെവലിന് താഴെ നിൽക്കണം വെള്ളം. ഇത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന തൈരാണ്. വലിയ പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇതിനെടുക്കുന്നത്. ഈ തൈരൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കരുത്. ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു ക്രീമി ടെക്സ്ചറിലാക്കിയെടുക്കണം. ലംസ് ഒന്നും പാടില്ല. മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ വല്ലാതെ അങ്ങ് നേർത്തു പോകും. നേന്ത്രപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്പം കുറുകിയ കറിയായതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഇതേമാതിരി ഇരിക്കണം. ഇനി അടപ്പൊന്ന് മാറ്റി നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുക്കായിട്ടുണ്ട്. ഇത് കണ്ടോ, അതിൽ കുറച്ച് വെള്ളവും ബാക്കിയുണ്ട്. ഇത് വറ്റിച്ച് കളയാതെ എടുക്കണം. ഇനി ഞാനിത് മറ്റൊരു ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. കാണാനുള്ള സൗകര്യത്തിന് ഇതാ നല്ലത്. ഇനി നല്ല മഷി പോലെ അരച്ചെടുത്ത് അരപ്പ് അതിലേക്ക് ഇടുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേന്ത്രപ്പഴം വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഈ അരപ്പിനോടൊപ്പവും ചേർത്തിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതിലുള്ള അരപ്പ് കലക്കിയെടുത്തു. ആ വെള്ളം തന്നെയാണ് ഈ ബൗളിലേക്ക് ഒഴിച്ച് വീണ്ടും കലക്കി ഒഴിക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ അരപ്പും നേന്ത്രപ്പഴവും ഒരു 5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കണം. നല്ലതുപോലെ വെട്ടിത്തിളച്ചാൽ മാത്രമേ അരപ്പിൻ്റെ റോ ടേസ്റ്റ് പോവുകയുള്ളൂ. അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നേന്ത്രപ്പഴം വേവിച്ചപ്പോൾ മാത്രമാണ് അല്പം ഉപ്പ് ചേർത്തത്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉലുവാപ്പൊടി ഇടാം. മധുരത്തിന് ശർക്കരപ്പൊടിയാണ് ചേർത്തത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആയാലും മതി. സാധാരണ ശർക്കരയാണെങ്കിൽ വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ.
ഇതിപ്പോൾ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ബ്രാൻഡഡ് ശർക്കരപ്പൊടി കിട്ടത്തില്ലേ, അതാണ് ഞാൻ ചേർത്തത്. അരപ്പിൻ്റെ റോ ടേസ്റ്റ് എല്ലാം പോയി കഴിയുമ്പോൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ചേർക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് വെറുതെ ഒന്ന് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം. തിളയ്ക്കാൻ പാടില്ല. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ചട്ടിക്കും നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തുടർച്ചയായി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ ചട്ടിയുടെ ചൂടിലിരുന്നത് പിരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനുള്ള വറവ് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, ഹെവൻലി സ്മെല്ലാണ് അതിന്. സദ്യക്കായിരിക്കുമല്ലോ ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഇരുന്നോട്ടെ. സദ്യയല്ല, സാധാരണ വെജിറ്റേറിയൻ ഊണാണെങ്കിൽ പോലും കുറച്ച് നെയ്യ് ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നെയ്യിൽ തന്നെ വറവുണ്ടാക്കാം. ചൂടായ നെയ്യിൽ കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്താണ് വറവ് തയ്യാറാക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നുമില്ല കേട്ടോ. കരിയാതെ വറുത്തെടുക്കണം. അതിനുശേഷം ആ നെയ്യോട് കൂടി കറിയിലേക്ക് ഇടണം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൂടി ചെയ്താൽ നേന്ത്രപ്പഴം പുളിശ്ശേരി റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.